ഇത്തിരി നേരത്തിന്റെ സൗണ്ട് ഡിസൈനർ സന്ദീപ് കുരിശ്ശേരി നമ്മുടെ കൂടെയുണ്ട്. സന്ദീപ് താങ്ക് യു. സൗണ്ട് ഡിസൈനർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആക്ച്വലി സോഴ്സ് ഓഫ് ദ ഐഡിയ ആൻഡ് ദ ടൈറ്റിൽ എന്നുള്ളത് പറഞ്ഞിരുന്നു, കേട്ടിരുന്നു. ആ അതിന് തുടങ്ങാം. ഓക്കെ. ഞങ്ങളിത് സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 5 വർഷത്തോളമായി ഈ പടത്തിന്റെ വർക്ക് തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളൊരു ആ, ഒരു സദസ്സിൽ, അതായത് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ ഈ നമ്മളിങ്ങനെ പുതിയ ഐഡിയാസ് തപ്പുവാണ്. എന്തെങ്കിലും സ്റ്റോറി ഐഡിയാസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ള ഒരാള് പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ, അത് പിന്നെ ഇങ്ങനെ ഡെവലപ്പായി ഒരു തിരക്കഥയായി. തിരക്കഥ ആദ്യം ആ, വിശാഖിനെ കൊണ്ട് ചെയ്യിക്കാന്ന് പ്രശാന്ത് പറഞ്ഞു. അപ്പം വിശാഖ് പറഞ്ഞു എനിക്കിത് ഉറപ്പില്ല, ഇത് വർക്കാവോ ഇല്ലേ എന്നുള്ളത്. നമുക്കൊരു ഇതിനകത്തൊരു ലവ് സ്റ്റോറി ആംഗിൾ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 20 പേജസ് നമുക്ക് എഴുതി നോക്കാം, എന്നിട്ട് അത് വർക്ക് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വിശാഖ് 20 പേജസ് എഴുതി. അപ്പൊ ഒരു ദിവസം രാവിലെ എനിക്ക് പ്രശാന്ത് എനിക്ക് ഇതിന്റെ PDF അയച്ചു തരുന്നു. ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പം എന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് വായിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയി. എന്നാ ഈ വിശാഖിന്റെ എഴുത്തിന്റെ ഒരു രീതി ഭയങ്കര ആഹ് സാഹിത്യപരമായിട്ടാണ്. ഈ തിരക്കഥ ഡിസ്ക്രിപ്ഷനൊക്കെ, ഡയലോഗ്സ് എന്നെ അങ്ങ് വീഴ്ത്തി കളഞ്ഞു. വെച്ചാ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു, അങ്ങനെ ഒരാൾ റിയലിസ്റ്റിക് ആയിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അത്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന തരത്തിലുള്ള. അപ്പൊ പ്രശാന്തിനും അതുപോലെ തന്നെ ആയിരുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് തുടങ്ങി പടത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ടൈറ്റില് എഴുതുമ്പോൾ തന്നെ ഒരു ടൈറ്റില് ഏകദേശം ഉണ്ടായിരുന്നു. മിണ്ടിയും പറഞ്ഞും എന്നായിരുന്നു ആ ടൈറ്റില്. അപ്പൊ നമ്മള് വർക്ക് പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അപ്പൊ മിണ്ടിയും പറഞ്ഞും ടൈറ്റിൽ വേറെ ആൾക്കാർ കൊണ്ടുപോയി. അപ്പോ പിന്നെ എന്ത് എന്നുള്ള എല്ലാ പ്രശാന്തിന്റെ 3 പടങ്ങൾക്ക് ഈ പേരിടൽ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു. കാരണം നമുക്ക് സിമ്പിൾ ആയിരിക്കണം, ആകർഷകമായിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞാനിവിടെ ഫോണിൽ സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഒക്കെ വൈഫ് കാണുന്നുണ്ട്. വൈഫ് ഒരു മനോരമയിലെ ജേർണലിസ്റ്റ് ആയിരുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇവരെല്ലാം ഇൻവോൾവ് ആണ്. പ്രശാന്തിന്റെ വൈഫും അതെ, എന്റെ വൈഫും അതെ. അപ്പോ ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞാണ് നമുക്ക് ഇത്തിരി നേരം ഒന്ന് പേരിട്ടാലോ, അവനെല്ലാം കൊണ്ട് ആപ്റ്റ് ആണല്ലോ എന്ന് അവള് പറഞ്ഞു. എന്റെ വൈഫിന്റെ പേര് രമ്യ എന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ അതയച്ചു. അപ്പോഴും നമുക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ അതങ്ങ് പറഞ്ഞ് അതങ്ങ് യൂസ് ആയി. അങ്ങനെയാണ് ഇത്തിരി നേരം പേരുണ്ടായത്. അപ്പൊ ഒരു ഹാറ്റ്സ് ഓഫ് ടു രമ്യ ആസ് വെൽ. കാരണം അത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആണെന്ന് കാണുന്ന ആളുകൾക്കും കൃത്യമായിട്ട് തോന്നുന്നുണ്ട്. അതെ അതെ അതെ. നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ഇതുണ്ടായിരുന്നത്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത് ഈ ഇതിനകത്തുള്ള ഇയാളുടെ ഷോയ്ക്കും സിനിമയ്ക്കും ഒരു പേരായിരിക്കണം എന്നുള്ളതായിരുന്നു. ആ, അത് ഒരു ചാറ്റ് ഷോയ്ക്ക് പറ്റിയ പേര് എന്നുള്ള നിലയ്ക്കും കൂടെയാണ് അത് വർക്കായത്. അപ്പൊ ബേസിക്കലി ഇതൊരു സബ്ജക്ട് വൈസ് ആ ഒരു ഇന്റിമസി ഇൻ റിലേഷൻ, പിന്നെ ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന അങ്ങനെ കുറച്ച് എലിമെന്റ്സ് ഒക്കെ. ഓഫ് കോഴ്സ് യു ഹാവ് ബീൻ ട്രാവലിംഗ് ത്രൂ ദിസ് ഫ്രം ഫ്രം ദ ബിഗിനിങ് ഓർ ബിഫോർ ദ ബിഗിനിങ് എന്ന് പറയാം. അപ്പൊ ഇത് പ്രശാന്തിന്റെ അടുത്ത് ഈ ഐഡിയ പറയുന്നതിന് മുമ്പേ നമുക്കൊരു ഫീല് കിട്ടിയായിരുന്നു അതിന്റെ ഒരു റിതം പിടിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അയ്യോ ഇല്ല ഇല്ല, അത് ഭയങ്കര ഭയങ്കര ഒരു ഏർലി സ്റ്റേജിൽ മ്യൂസിക്കിനെ പറ്റിയൊന്നും ഞാനൊരു സൗണ്ട് സ്കേപ്പിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനൊരു സബ്ജക്ട്, അതായത് പ്രശാന്തിന്റെ രീതിക്ക് പറ്റുന്ന, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ വലിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന അടുത്തത് എന്ത്. അത് വലിയ സ്കെയിൽ എന്ന് പോലും സത്യം പറഞ്ഞാൽ ആലോചിച്ചിരുന്നില്ല. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞു അടുത്ത എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ വളരെ പരക്കെ നമ്മൾ ഒരുപാട് കഥകൾ വായിക്കുന്നു, ചെറുകഥകൾ തപ്പിയെടുത്ത് വായിക്കുന്നു, ആൾക്കാരോട് ചോദിക്കുന്നു. അങ്ങനെ അങ്ങനെ പല പല ഇതിന് ഒടുവിൽ ഇങ്ങനെ ഒരു സാധനം എനിക്ക് കിട്ടിയപ്പോ തന്നെ ഞാൻ ഒരു മെസ്സേജ് അയക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം അല്ല, മെസ്സേജ് അല്ല, ആക്ച്വലി വിളിച്ച് പറയുകയാണ് ചെയ്തത്. ഒരു 5 മിനിറ്റ്സ് കോള്. അപ്പൊ ആസ് ഇറ്റ് ഈസ് പുള്ളിക്ക് അങ്ങനെ ഭയങ്കര അട്രാക്ഷൻ തോന്നിയില്ല. പക്ഷെ ഒരു സാധനം ഉണ്ട്, നമുക്ക് പടത്തിന് പറ്റിയ ഒരു സംഭവം ഉണ്ട് എന്ന് തോന്നി. പിന്നെ ഞാൻ ഈ
എന്റെ സഹപ്രവർത്തകനായിരുന്ന ഒരു അബ്ജോദ് വർഗീസ് ഉണ്ട്. പുള്ളി മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, ഇപ്പൊ ഏഷ്യാനെറ്റിലാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ശരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നോട് ഈ കഥ പറയുന്നത്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആള് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഫുൾ സംഭവം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സംഭവം ഒന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ അപ്പോഴ് തന്നെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അച്ചുവേട്ടൻ, എന്റെ കൂടെ ക്യാമറമാൻ, അദ്ദേഹം പറഞ്ഞു ഇത് പുള്ളി എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എടുത്ത് വായിച്ചപ്പോഴാണ് ഇത് സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം കിട്ടുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പറ്റുന്ന ഒരു സാധനമാണെന്ന് അങ്ങനെ മനസ്സിലായി. അത് പ്രശാന്തിനെ അയച്ചു കൊടുത്തു. പ്രശാന്തിന്റെ കുറച്ചൊരു കോർ സർക്കിൾ ഇങ്ങനെ വിമർശകരുണ്ട്, അപ്പം അവരും അപ്രൂവ് ചെയ്തു. അങ്ങനെ ആണ് ഇത് ഓണാവുന്നത്. അപ്പം അപ്പോഴും നമ്മൾ സൗണ്ട്സ്കേപ്പിനെ പറ്റിയിട്ടോ ഇതിന്റെ ഫോമിനെ പറ്റിയിട്ടോ ഒന്നും കാരണം തിരക്കഥ എങ്ങനെ വരും, എങ്ങനെ കഥ ഡെവലപ്പ് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ. പിന്നീടാണ് അതൊക്കെ തീരുമാനമായത്. ഞാൻ തന്നെ ചോദിക്കുന്നതിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവാം. ലൈക്ക് സൗണ്ട്സ്കേപ്പ് എന്ന് പറയുന്നു, മ്യൂസിക് എന്ന് പറയുന്നു, ഐ മീൻ ആ ആ ഒരു റിഥം എന്ന് പറയുന്നു. ആ അപ്പോ ഫോർ ദ ക്ലാരിറ്റി ഓഫ് ദ ഓഡിയൻസ്, ലൈക്ക് എന്നെ പോലെ മ്യൂസിക്കിനെ കുറിച്ച് കുറച്ച് മാത്രം അറിവുള്ള ആളുകളും ഉണ്ടെങ്കിൽ ഈ സൗണ്ട്സ്കേപ്പിംഗ് ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? ലൈക്ക് ഇൻ എ മൂവി, ഹൗ ഡു യു സ്റ്റാർട്ട് വിത്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എങ്ങനെയാണ്? ഹൗ ഡു യു ഇവോൾവ് ഇൻ ടു സംതിങ് ആൻഡ് ക്യാപ്ചറിങ് ഓഫ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് സിങ് സൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ പർട്ടിക്കുലർ പടത്തെ പറ്റിയിട്ടാണ്. ഞാൻ അല്ലാത്ത പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നീളയൊക്കെ സിങ് സൗണ്ട് ആയിരുന്നില്ല, ഡബിങ് ആയിരുന്നു. സിങ് സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട്സ്കേപ്പിന്റെ ഒരു ബേസ് ആയി കഴിഞ്ഞു. കാരണം റിയലിസ്റ്റിക് ആണ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. നമ്മൾക്കൊരു ഡ്രാമയും നമുക്ക് സിങ് സൗണ്ട് ചെയ്യാം, പക്ഷെ നമ്മള് ഈ നമ്മുടെ ഒരു രീതി, പ്രശാന്തിന്റെ രീതി, അല്ലെങ്കിൽ പൊതുവെ ഇപ്പോഴുള്ള പുതുതലമുറ സംവിധായകരുടെ രീതി എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് സംഭാഷണങ്ങൾ ഡെലിവർ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ സിങ് സൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ റിയലിസ്റ്റിക് സൗണ്ട്സ്കേപ്പ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോ നമ്മൾ പിന്നീട് ആലോചിക്കുന്നത്, അതായത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം സൈലൻസിൽ റെക്കോർഡ് ചെയ്യുക, ഡയലോഗ്സ് റെക്കോർഡ് ചെയ്യുക. പിന്നെ അതായത് ഇപ്പം അവരുടെ പെർഫോമൻസ്, ഇപ്പം നമ്മളിപ്പോ ക്യാപ്ചർ ചെയ്യുന്നത് വിഷ്വൽ മാത്രമാണ് ക്യാപ്ചർ ചെയ്യുന്നതെങ്കിൽ അത് ഒരു 50% ആവുന്നുള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. സൗണ്ടും കൂടെ ചേർന്നതാണല്ലോ അവരുടെ പെർഫോമൻസ് അങ്ങനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പടത്തിന്റെ ഫസ്റ്റ് കട്ട് വരുമ്പോഴത്തേക്കും ആണ് നമുക്ക് ഇപ്പൊ തിരക്കഥ ലെവലിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ സിറ്റി ആണ്, സിറ്റിയുടെ സ്കൈലൈൻ വേണം, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പം റൂമിനകത്തുള്ളതാണെങ്കിൽ അതെങ്ങനെ സൗണ്ട് ആവണം എന്നൊക്കെ ഉള്ള മനസ്സിലുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഫസ്റ്റ് കട്ട് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ, അതായത് നമുക്ക് സിനിമ തന്നെ നമ്മളോട് പറയും എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ വിഷ്വൽ കാണുമ്പോൾ, വിഷ്വൽ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ന സാധനം, ഇവിടെ ഇന്ന സാധനം, അങ്ങനെ ഓരോരോ ചെറിയ 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 എലമെന്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇത്തിരി നേരത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫറിക് സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും ബേസിലായിരിക്കും എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പം ഞാനും ബേസിലും പ്രശാന്തും കൂടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മ്യൂസിക് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പിലാണ് നമ്മൾ തുടങ്ങിയത്. എന്താ ഡിസ്കഷൻ, പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയതും. അപ്പം നമ്മള് ഒരു പാട്ട് നമ്മൾ എന്തായാലും വേണം, അത് ഒന്നല്ല ആക്ച്വലി 2 പാട്ട് നമ്മൾ വേണം എന്നുള്ള തീരുമാനിച്ചിരുന്നു. ഒന്ന് ഈ റൂഫ് ടോപ്പ് ബാറിലുള്ള അവിടെ നിന്ന് ഉള്ള ഒരു പാട്ട്, ലിഫ്റ്റ് സോങ് എന്നാണ് നമ്മളത് പറഞ്ഞിരുന്നത്. പിന്നൊന്ന് കാറിൽ ഇവര് പോകുമ്പം, എല്ലാരും കൂടെ പോകുമ്പം ഉള്ള ഒരു ഗസൽ ടൈപ്പ്, അത് ഗസലാണെന്നും ഇത് ഒരു റൊമാൻറ്റിക് മെലഡി ആണെന്നും നമ്മൾ തീരുമാനിച്ചിരുന്നു. പിന്നെ നമ്മൾ കുറേ കാലത്തെ പല 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 ഡിസ്കഷൻസിലൂടെ നമ്മൾ എന്താണ് ഒരു 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 ഫോമിലേക്ക് എത്തുമായിരുന്നു. അപ്പം ആദ്യം ഈ വണ്ടിയിൽ പോകുന്ന ആ ഭാഗത്തിന് വേണ്ടി ചെയ്ത പാട്ടാണ് അകലുന്നുമല്ലേ എന്നുള്ള പാട്ട്. അപ്പൊ അത് നമുക്ക് അവിടെ സ്യൂട്ടായിട്ട് തോന്നിയില്ല. അവിടെ ഒരു ഗസൽ ടൈപ്പ് ആണല്ലോ വേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ബേസിലൊരു ഗസൽ ടൈപ്പ് ഒരു സംഭവം തന്നെ ചെയ്തു. അത് പാടിയത് വീത്രാഗാണ്. അത് മനോഹരമായ ഒരു മെലഡിയാണ്. അത് നമ്മൾ ഒരു സിംഗിൾ ആയിട്ട് ഇതുവരെ റിലീസ് ആയിട്ടില്ല, പക്ഷെ ജൂ ബോക്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ പാട്ട് അപ്പോഴ് ചെയ്ത അകലുന്നു എന്നുള്ള ആ ട്യൂണ് മറ്റേ ഇതിനു വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അപ്പം അത് രണ്ടും ഓക്കെ ആയി. പാട്ടിന്റെ കേസിൽ ആ 2 പാട്ടുകൾ നമ്മൾ ഓക്കെ ആയി. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചില സന്ദർഭങ്ങളിലൊക്കെ ഇപ്പൊ ബേസിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഇവിടെ ഒരു സ്കോർ തീം ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു.
അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ആ സീൻ. നമ്മൾ സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താണ്. ആ സീനിൽ നമ്മളൊരു തീം മ്യൂസിക്, ഒരു സ്കോർ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്കോറൊക്കെ ഉണ്ടാക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ടൈറ്റിൽസിനും എൻഡ് ക്രെഡിറ്റിനും കൂടെ ഓരോ പീസസ് ചെയ്യണം. അത് പാട്ടാണെന്നൊന്നും അപ്പോഴും വിചാരിച്ചിരുന്നില്ല. അപ്പം ബേസിലൊരു സ്വഭാവമുണ്ട്. ഇപ്പൊ ഇതിനിപ്പോ ഒരു മൊണ്ടാഷിന് വേണ്ടിയിട്ട് നമ്മളൊരു തീം ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഒരു പാട്ടായിക്കൂടാ, അതിന് ബേസിൽ നമ്മളെ സെല്ല് ചെയ്യും. നമുക്ക് പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് ടൈറ്റിൽ സോങ് നീയൊരിക്കലിലും ഉണ്ടാവുന്നത്. എൻഡില് മധുരമൂറുന്ന ഉണ്ടായത്. രണ്ടും ഇപ്പൊ സിംഗിൾസ് റിലീസ് ആയിട്ടുണ്ട്. ഈ മധുരമൂറുന്ന പാട്ട് ഫസ്റ്റ് ഡയറക്റ്റഡ് ബൈ പ്രശാന്ത് വിജയ് എന്ന് എഴുതി കാണിക്കുന്നതിലാണ് തുടങ്ങിയിരുന്നത് ആദ്യത്തെ എഡിറ്റ് വേർഷനിൽ. അപ്പോ ഞാനും എഗെയിൻ നമ്മളിങ്ങനെ ഇതിങ്ങനെ ഈ എഡിറ്റൊക്കെ നമുക്ക് ലോക്കാണ്, നമുക്ക് വർക്കാണ്. പക്ഷെ ഈ ഈ കോർ സീൻ, ഇവരുടെ ഈ ക്ലൈമാക്സ് സീനിനകത്ത് ആ തീം മ്യൂസിക് ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു മിസ്സിങ് തോന്നിയിരുന്നു. അവിടെ എന്തോ ഒരു കുറച്ചുകൂടി ഒരു ഫീല് ഡെലിവർ ചെയ്യാനുണ്ടെന്ന് തോന്നിയിരുന്നു. അപ്പം ഇതേപോലെ തന്നെ എഗെയിൻ ഞാൻ ഇങ്ങനെ വൈഫായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പം വൈഫ് പറഞ്ഞത് നല്ലൊരു പാട്ടാണ്, ഈ പാട്ട് നിങ്ങൾ ടൈറ്റിൽ വെക്കുമ്പോഴത്തേക്കും അത് പിന്നെ അധികം ആൾക്കാർ കേൾക്കാതെ പോകും. അതുപോലെ തന്നെ പ്രശാന്തിനോട് നമ്മുടെ എഡിറ്റർ ഫ്രാൻസിസും പറഞ്ഞു, ചേട്ടാ ഇത് നല്ലൊരു പാട്ടാണല്ലോ, നിങ്ങൾ ഇത് ടൈറ്റിലിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ പ്രൊജക്ടർ ഓഫ് ചെയ്യും, OTT-യിലാണെങ്കിൽ അടുത്ത സാധനം ലോഡാവും, അപ്പൊ ആ പാട്ട് ആരും കേൾക്കാതെ പോകുമല്ലോ എന്നുള്ളത്. അപ്പൊ സിനിമയിൽ ആ പാട്ട് ശരിക്കും യൂസ് ചെയ്യാതെ പോകുന്നുള്ളു. അപ്പൊ അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി, എന്നാ പിന്നെ നമുക്ക് ഈ സ്ഥലത്ത് ഈ പാട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അന്ന് രാവിലെ തന്നെ പ്രശാന്തിനെ വിളിച്ചു, പ്രശാന്ത് ഫ്രാൻസിസിനെ വിളിച്ചു. അപ്പൊ എല്ലാവർക്കും ഓക്കെ. അങ്ങനെയാണ് അവിടെ ആ ഒരു സംഭവം. പിന്നെ ജനറലി സ്കോർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത ഒരു ഏരിയയാണ്. കാരണം ഇതിനകത്ത് ഇപ്പൊ മിക്സഡ് ജോണേഴ്സ് വരുന്നുണ്ട്. ഇപ്പം റൊമാൻറ്റിക് ആയിട്ട് തുടങ്ങുന്നു, പിന്നെ ഇടയ്ക്ക് കോമഡി വരുന്നു. അപ്പം ഇതെങ്ങനെ എല്ലാം കൂടെ മാച്ച് ആകുമ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരേ ജോണറിൽ പോകുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട്. അത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ട് ബേസിൽ തന്നെയാണ് ഓരോരോ ഐഡിയാസ് കൊണ്ടുവന്നത്. ഒരു നമ്മളൊരു ജാസ് ടൈപ്പ് സാധനമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗിനിങ്ങിൽ നമ്മൾ റൊമാൻസ്, പിന്നെ കൂടുതൽ നമുക്ക് ആദ്യം പ്രോഗ്രാം ചെയ്ത വെർഷനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടി ലൈവ് ഇൻസ്ട്രുമെന്റ് നമ്മളൊരു ലോ ബജറ്റ് എന്നുള്ള നിലയ്ക്ക് ഫ്ലൂട്ട്, വയലിൻ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ലൈവ് ഗിറ്റാർസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് മൊത്തം എൻ്റെ സ്കോറിന്റെ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പം ബേസിലും ഞാനും പ്രശാന്തും എല്ലാവരും കൂടെ ഉള്ള ഒരു ഇതിലാണ് സൗണ്ട്സ്കേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തത്തിൽ അത് നല്ലൊരു ഫീല്, ടു ദ പോയിന്റ്. ആ ചിത്രം എന്താണോ അല്ലെങ്കിൽ ആ സീൻ എന്താണോ പറയുന്നത് വളരെ നല്ല, അത് നമുക്ക് വേർതിരിച്ച് ഇപ്പോൾ തന്നെ റീകോൾ ചെയ്യണം. നമുക്ക് ആ യാത്രയിൽ എവിടെയായിരുന്നു ആ സോങ്, അല്ലെങ്കിൽ അത് ഐ മീൻ ഈവൻ ദോ ഐ വാച്ച്ഡ് ഇറ്റ്, അപ്പൊ അത്രയും സിങ്കായി പോകുന്നുണ്ട് എന്ന്. ഈ സൗണ്ട്സ്കേപ്പിന്റെ കാര്യം പറയുമ്പോൾ, അതായത് ഇപ്പൊ ബാറിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. സോ രണ്ട് പ്രാവശ്യമായിട്ടാണോ അത് റെക്കോർഡ് ചെയ്തത്? ലൈക് കോൺവെർസേഷൻ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നു, ആൻഡ് അവിടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവം വേറെ റെക്കോർഡ്. കാരണം വെച്ചാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഇൻ എ ബാർ ഇറ്റ് ഇസ് വെരി ഹാർഡ് ടു ലിസൺ. അപ്പുറത്തിരിക്കുന്ന ആള് പറയുന്നത് തന്നെ വളരെ കഷ്ടിച്ചേ കേൾക്കുള്ളൂ. അതെ അതെ, ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ചില സമയത്ത് സംശയം, സിങ് സൗണ്ട് എന്ന് പറയുമ്പോൾ സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബാറ് ചിത്രീകരിച്ചപ്പോൾ, ബാർ എന്ന് പറയുന്നത് ഒരു പൂട്ടിയ ബാറിൽ നമ്മൾ സെറ്റ് ഇട്ടിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇരിക്കുന്ന എല്ലാം നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പം അപ്പോൾ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരൊറ്റ മനുഷ്യൻ മിണ്ടിപ്പോരുത് എന്നുള്ളായിരുന്നു. അതായത് ഡയലോഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷൻ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷെ ലിപ്പ് മാത്രമേ പാടുള്ളൂ. നിങ്ങളൊരു ഗ്ലാസ് വെക്കുകയാണെങ്കിൽ താഴെ സൗണ്ട് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഗ്ലാസ്സുകളുടെ അടിയിലെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ഒട്ടിച്ച്, പിന്നെ പ്ലേറ്റ്സിന്റെ ക്ലാറ്ററിങ് ഒഴിവാക്കാനായിട്ട് അതിന്റെ അടിയിലും ടേപ്പ് ഒട്ടിച്ച്, അനക്കമുള്ള മേശകളുടെ അടിയിലെല്ലാം ഇതൊക്കെ വെച്ച്, അങ്ങനെ ഫുൾ സൗണ്ട് പാക്ക് ചെയ്ത് കുറച്ചൊരു അക്കോസ്റ്റിക് ഇത് ഉണ്ടായിരുന്നു ആ സ്പേസിന്. അതുകൊണ്ട് അധികം റിവേർബ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്കാർ നടക്കുകയാണെങ്കിലും ആൾക്കാർ എന്ത് ചെയ്താലും ഉറച്ചു സംസാരിച്ചാലും ഒക്കെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. അത് അവരെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കായിരുന്നു. ഷൂട്ടിങ്ങിന് മുമ്പ് എല്ലാവരും വന്നിരുന്നതിന് ശേഷം ഞാൻ മൈക്ക് എടുത്ത് ഡയറക്ടറിന്റെ മൈക്ക് വാങ്ങിച്ച് ഞാൻ അനൗൺസ് ചെയ്യായിരുന്നു, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആൾക്കാരും. അതിനിടയ്ക്ക് ആൾക്കാർ, നമ്മൾ ഒരു ടേക്ക് പോയി, പിന്നെ ആ ടേക്കിൽ ചെറിയ ഇതുപോലെ വീണ്ടും ശബ്ദങ്ങൾ വന്നു.
അങ്ങനെ അത്രയും അത്രയും സൈലന്റ് ആക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ബട്ട് റെക്കോർഡിങ്ങിൽ ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡയലോഗ്സ് ക്ലിയർ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഡയലോഗ്സ് പ്ലസ് ഇപ്പൊ അവരുടെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അവരിപ്പോ മുന്നോട്ടായിരുന്നു അല്ലെങ്കിൽ അപ്പൊ അതിനകത്ത് പ്രൊഡക്ഷൻ എഫക്ട്സ് ആയിട്ട് അതും കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, ഡയലോഗ് ക്ലിയർ ആണെന്ന് വരുത്തുന്നു. ബാക്കിയെല്ലാം പിന്നീട്, അതായത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സീൻ നോക്കിയിട്ട് ഈ സീനിന് എന്തോ ഒരു ആവശ്യമുണ്ട്, അപ്പൊ നമ്മൾ കുറച്ച് ക്രൗഡ് എടുക്കുക. അപ്പൊ ഞാൻ ശരിക്കുള്ള ഒരു ബാറിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നു. ആ ബാറിൽ പോയി വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് നടുക്ക് റെക്കോർഡർ വെച്ച് അവരറിയാതെ സൗണ്ട്സ് എടുത്തു. അതല്ലാതെ എൻ്റെ വീടിന്റെ ഓപ്പൺ മറ്റേ ടെറസിലുള്ള ആ ബാറിന് എൻ്റെ വീടിന്റെ ടെറസിന്റെ മേളിൽ കുറെ ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങനെ തന്നെ പലതരത്തിൽ. പിന്നെ സ്പെസിഫിക് ആയിട്ട് ചില സാധനങ്ങൾ നമ്മളല്ലാതെ സ്റ്റുഡിയോയിലും ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നുള്ളത് അതൊന്നും അത്ര ഓഡിബിൾ ആയിട്ടല്ല വെച്ചിരിക്കുന്നത്. പക്ഷെ റിയലിസത്തിന് വേണ്ടിയിട്ട് ഈ ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത OTT-യിലൊക്കെ വന്ന് ഹെഡ്ഫോണിലൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇവിടെ തിയേറ്ററിൽ നമ്മൾ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാൾ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ഫോണിന്റെ ബെല്ല് റിങ് ചെയ്യുന്നു. നമ്മൾ ഈ സ്ഥിരമായിട്ട് കേൾക്കുന്ന സാംസങ്ങിന്റെ ഒരു റിംഗ് ടോൺ ഉണ്ട് പല ക്രൗഡിൽ പോകുമ്പോഴും. അങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പുറത്തൊരു ഐഫോണിന്റെ റിങ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ, ചില ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നു. അങ്ങനെ പല ലേയേഴ്സ് വെച്ചിട്ടാണ് ആ ക്രൗഡ് ഉണ്ടാക്കിയത്. ഇപ്പം പെർഫോം ചെയ്യുമ്പോൾ റോഷനോടും സെറിനോടും പറഞ്ഞിരുന്നത് ഈ ബഹളത്തിന്റെ ഇടയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ലൗഡായിട്ട് സംസാരിക്കാം. നമ്മൾ ഈ ബഹളം വരുമ്പോഴത്തേക്കും അത് ബാലൻസ് ആയിക്കോളും, അല്ലെങ്കിൽ ഞാൻ ബാലൻസ് ചെയ്തോളാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ആ സൗണ്ട് സ്കേപ്പ് ഉണ്ടാക്കിയത്. പെർഫോമേഴ്സിനും അതൊരു യുനോ കാര്യങ്ങൾ മനസ്സിൽ ആ വെച്ചിട്ട് അതെ വേണമല്ലോ പെർഫോം ചെയ്യാൻ. ഇപ്പൊ ഞാൻ സെറിന്റെ അടുത്ത് പറഞ്ഞു, പറഞ്ഞേരം ഉറങ്ങിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു യാത്രയുടെ ഇടയ്ക്ക്. അപ്പൊ പറഞ്ഞു അതിലും അഭിനയ കലയുണ്ട് എന്ന് പറഞ്ഞു. കുറെ സമയം വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. അവിടെയും ഒരു അഭിനയം ഉണ്ട്. ആക്ച്വലി അവിടെയും ഒരു അഭിനയ കല ഉണ്ട്. അത് പലർക്കും അറിയില്ലെന്നേ ഉള്ളൂ. അവര് ചെയ്യുമ്പോ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആൻഡ് ദാറ്റ് ടു സംടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോ ഒക്കെ ഈ പറഞ്ഞ പോലെ അത് വരുന്നുണ്ട്. അതെ യു ടേക്ക് അതെ ഇറ്റ് ആസ് ടു ദേ ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതെ അതെ. അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും അത് പറയുമ്പോൾ OTT-യിൽ വരുമ്പോൾ ആളുകൾക്ക് വട്ടോട്ട് മെൻഷൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് വാച്ചിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു സിനിമയാണ്. സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിഷ്വലി ആണെങ്കിലും ഡയലോഗ്സിന്റെ പ്രോസസ് ആണെങ്കിലും സട്ടിലായിട്ടുള്ള റോഷന്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരു സീനില് സംസാരിക്കുന്നത് നന്ദുചേട്ടനാണ്, പക്ഷെ പുറകിൽ ആനന്ദ് ഇരിപ്പുണ്ട്, അയാൾ ഫോക്കസ് ഔട്ടാണ്, പക്ഷെ അയാൾ എന്താ കാണിക്കുന്നത്? ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് വാച്ചിൽ കിട്ടും. കാരണം അത്രയും അത്രയും കെയർഫുൾ ആയിട്ട്, അത്രയും സട്ടിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ലൈക്ക് പെർഫോമേഴ്സിന് ഏറ്റവും ഫ്രീഡം, ഐ മീൻ ഒട്ടും പ്രഷർ കൊടുക്കാതെ അവര് വീണ്ടും എടുത്താലും ഒക്കെ അത്ര കൂളായിട്ട് കൊടുക്കുകയും മറ്റുള്ള ക്രൂ മെമ്പേഴ്സിനെയും ഇതിന്റെ ഒരു ഭാഗമായി പിടിച്ചു നിർത്തുമ്പോഴുള്ള ഒരു ഫീൽ അത് ഇത്തിരി നേരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് അതിന് ആവശ്യവുമാണ്. കാരണം അങ്ങനെ ഒരു സബ്ജക്ട് ഒരു പോയറ്റിക് ആയിട്ട് കുറച്ച് സ്ലോ പേസിൽ പോകുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പൊ ഈ ഒരു നിങ്ങളുടെ ടീം ആസ് എ യുനോ ഫ്രീഡവും ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫക്ട്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അപ്പുറത്തെ ആൾക്ക് കിട്ടുകയും അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനിൽ കൂടെ മറ്റേ ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കെമിസ്ട്രിയെ കുറിച്ച് ഒന്ന് പറയോ? ഇതിപ്പോ നമ്മള് എല്ലാവരും ഒരേ മൈൻഡ്, ഒരേ വേവലെങ്ത് എന്നല്ല. ആക്ച്വലി ഭയങ്കര ഡിഫറൻസസ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ഇതിന്റെ ഫൈനൽ ഫോം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ്. നമ്മളിപ്പം ക്ലീഷകൾ പാടില്ല, ക്രിഞ്ച് സംഭവങ്ങളൊന്നും പാടില്ല, റിയലിസ്റ്റിക് ആയിരിക്കണം, എന്താ പറയുക, ലാർജർ ദാൻ ലൈഫ് ആയിരിക്കാൻ പാടില്ല. അത് മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ഒക്കെ. അങ്ങനെ എല്ലാവർക്കും ഒരേ മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പിനകത്ത് ഭയങ്കരമായ അടികളും നടന്നിട്ടുണ്ട്. പിന്നെ 2 ദിവസം സംസാരിക്കാതൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കോൺഫ്ലിക്റ്റുകളും സംഭവിച്ചിട്ടുണ്ട് പല പല കാര്യങ്ങളിൽ. നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മൾ സിനിമ സ്കോർ, മ്യൂസിക്, അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊമോഷൻ പരിപാടികൾ, ലിറിക് വീഡിയോ, മ്യൂസിക് വീഡിയോ, ഇതിലെല്ലാത്തിലും നമ്മൾ നിരന്തരമായി സംസാരിക്കുകയും ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട്, അനുകൂലമായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതിലൂടെ തന്നെയാണ് അത് ഈ പറഞ്ഞ പോലെ ആ കെമിസ്ട്രി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും
പിന്നെ വഴക്കുണ്ടാക്കാനും ഒരു തീരുമാനത്തിൽ എത്താനും പറ്റുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഈഗോ ഒക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ അങ്ങ് പോയേനെന്ന് തോന്നുന്നു. പക്ഷെ ഇല്ല, പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് ഒരു വളരെ ഈഗോ കുറഞ്ഞ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പ്രശാന്ത് ഒരു ഗ്ലൂ ആയിട്ട് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ പരിപാടി. പിന്നെ ഞങ്ങള് ബേസിൽ ആയിട്ട് ഞങ്ങൾ വളരെ നേരത്തെ സൗഹൃദമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ. ഇപ്പം എന്റെ ആദ്യത്തെ പടം ഒരാൾ പൊക്കം വർക്ക് ചെയ്ത ബേസിലാണ്. അന്ന് മുതലുള്ള സുഹൃത്താണ്. പിന്നെ ഒരുപാട് ഞങ്ങളല്ലാതെ ബേസിലിന്റെ ചില ഷോർട്ട് ഫിലിംസ്, ബേസിലിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ചെയ്ത വർക്ക് ഈ അടുത്ത കാലത്ത് ഒരു അശോക് ലൈലാൻഡിന്റെ ഒരു ദീപാവലി ആഡ് ഞാൻ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ പല പല പരിപാടികൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ എന്താ പറയാ, അങ്ങനെ ഒരു 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 പ്രശ്നമില്ല. ഒരു എന്നാൽ വളരെ പ്രൊഫഷണൽ ആണ്. റെസ്പെക്റ്റിൽ തന്നെയാണ് എക്സ്ചേഞ്ചസ് നടക്കുന്നത്. ആഹ് എന്നാൽ നല്ല തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ഈ റെഫറൻസസ് നോക്കാനോ ബേസിൽ നിന്നും അങ്ങനെ ഒരു മടിയില്ല. നമ്മൾ റെഫറൻസ് കൊടുത്താൽ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞാൽ ബേസിലിന് ഒരു മടിയും ഇല്ല അത് സ്വീകരിക്കാനോ. അല്ലെങ്കിൽ ഒരെണ്ണം റിജക്ട് ചെയ്താൽ ബേസിന് ചിലപ്പോൾ ഇച്ചിരി വിഷമം ഉണ്ടെങ്കിൽ പോലും ആ സെല് ചെയ്യാനൊക്കെ നോക്കുമെങ്കിലും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു പരിപാടിയിലേക്ക് പോവും. നമ്മളങ്ങനെ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ച് ആരും നിക്കത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഒരാൾ പറഞ്ഞു എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതൽ പറ്റില്ല, നിങ്ങളുടെ രീതിക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാനൊരു സാധനം ചെയ്തു, അപ്പൊ അത് പ്രശാന്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ ഇങ്ങനെ തർക്കിക്കാൻ നോക്കും, കുറച്ചല്ല ഇതാണ് നല്ലത്. അപ്പം പ്രശാന്ത് സ്ട്രോങ് ആയിട്ട് പറയും അല്ലാതല്ല വേണ്ടത്. അവസാനം ഓക്കെ ശരി എന്ന് നമ്മള് പിന്നെ വേറൊരു പരിപാടി ചെയ്യും, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനത്തിലേക്ക് എത്തും. അങ്ങനെയാണ് മൊത്തം. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇവരെല്ലാരും ഇന്നായിരുന്നു. റോഷനും സെറിനും എല്ലാരും ആ ഒരു ടീമിലേക്ക്. റോഷനായിട്ട് ആ സമയത്ത് ഷൂട്ടിങ്ങിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ദിവസങ്ങളിലെ ഇതേ ഉള്ളൂ. പക്ഷെ അവരെല്ലാരും ഭയങ്കര ജോളിയായിരുന്നു. പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും സിംഗ് സൗണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ റോഷന്റെ ഒക്കെ ഒരു ആദ്യമേ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാല് നമുക്ക് മതിയാവുന്നവരെ, അതായത് പെർഫെക്റ്റ് ആവുന്നവരെ നമുക്ക് എടുക്കണം. നമ്മള് ഈ സമയമില്ല അല്ലെങ്കിൽ ഇതില്ല എന്ന് പറഞ്ഞിട്ട് 2 ടേക്ക് എടുത്തിട്ട് അത് മതി എന്ന് വെച്ച് പോകാൻ പറ്റില്ല. അപ്പൊ റോഷനും കൂടെ തൃപ്തിയാവുന്നവരെ നമ്മൾ ടേക്കുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രശാന്തിന് തൃപ്തിയായാലും റോഷനും സെറിനും തൃപ്തിയാവുന്ന, അല്ലെങ്കിൽ നന്ദുചേട്ടന് തൃപ്തിയാവുന്നവരെ നമ്മൾ വീണ്ടും വീണ്ടും ടേക്കുകൾ എടുത്തിട്ടുണ്ട്. അവരുടെ ഇതും കൂടെ എടുത്ത്. പക്ഷെ ഫൈനലി എഡിറ്റില് അത് തന്നെയാണ് വന്നതെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഒരു ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്രശാന്ത് ഇങ്ങനെ ഒരു കമാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് എല്ലാവരോടും ഓർഡർ കൊടുക്കുക അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ പ്രശാന്തിന് വേണ്ടത്, അതിൽ നിന്നെല്ലാം വേണ്ടത് ക്ലിയർ ആയിരുന്നു. അത് കൃത്യമായിട്ട് എടുത്തു എന്നുള്ളതാണ്. റോഷനും സെറിനും ക്യാരക്ടർ എനിക്കറിയില്ല അത് ഏത് സമയത്താണ് നിങ്ങളുടെ ഇവരാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പേര് മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വന്നിട്ടില്ല എന്ന് എന്റെ ഇല്ല അറിവ്. ഇല്ല. അപ്പൊ നമുക്ക് കിട്ടുന്നൊരു കിക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഇവരായിരിക്കുമ്പോ വിഷ്വലി ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ കളറിന്റെ കാര്യം രാകേഷ് പറഞ്ഞു, ലൈക്ക് മെയിൻറ്റെയിനിങ് ദാറ്റ് തിങ്. അതേപോലെ സന്ദീപിന് ഇവര് വരുമ്പോ ഒരു കിക്ക് ഉണ്ടായിരുന്നോ? എന്തായിരിക്കണം? അങ്ങനെ എന്തെങ്കിലും ആഡ് ഓൺസ് വന്നിട്ടുണ്ടോ? റോഷൻ വരുമ്പോ ഒരു കിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു, ഇയാൾക്കൊരു ഒരു മുഖപരിചയം ഒരു സ്റ്റാർ വാല്യൂം ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഓഡിയൻസിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു കിക്കായിരുന്നു ഉണ്ടായിരുന്നത്. സെറിൻ വളരെ വൈകിയ ഒരു സ്റ്റേജിലാണ് വരുന്നത്. നമ്മൾ പല പല ആൾക്കാരെയൊക്കെ നോക്കി ഒരാള് കമ്മിറ്റ് ചെയ്തിരുന്നു ആക്ച്വലി. പക്ഷെ കുറേ നാളിങ്ങനെ ഈ റോഷന്റെ അവൈലബിലിറ്റി പ്രശ്നം കാരണം ഇച്ചിരി നീണ്ടുപോയി. അവസാനം റോഷൻ അവൈലബിൾ ആയപ്പം അവർ അവൈലബിൾ അല്ലാതായി. അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പല 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 സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിരുന്നു. അപ്പൊ ഫൈനലി ആളെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു മുംബൈയിലാണോ IFFIക്ക് പോയപ്പോഴാണെന്ന് തോന്നുന്നു, അവിടുത്തെ മാർക്കറ്റിംഗ് സ്ക്രീനിങ്ങിൽ ഈ സെറിന്റെ ആട്ടം സിനിമ പ്രശാന്ത് കണ്ടു. ഇപ്പം ആനന്ദുമായിട്ട് അന്ന് സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം ആനന്ദിനോട് ചോദിച്ചപ്പം ആനന്ദ് റെക്കമെൻഡ് ചെയ്തു. അപ്പം ഇവരുടെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടപ്പോൾ ഈ ക്യാരക്ടറിന് പറ്റിയ ആളാണെന്ന് തോന്നിയിട്ട് അങ്ങനെ ആണ് സെറിനിലേക്ക് വരുന്നത്. അപ്പൊ സെറിൻ എന്ന് പറഞ്ഞപ്പോൾ റോഷൻ ഭയങ്കര ഹാപ്പി. പക്ഷെ അവര് ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർക്ക് തമ്മിൽ അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഒന്നുമില്ല ബിഹേവ് ചെയ്യാനും ഒന്നും. അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവര് തമ്മിലുള്ള ഇന്റിമേറ്റ് മൊമെന്റ്സ് ഉണ്ട്. അല്ലാതെ ഫിസിക്കലി ഇവർക്ക് ഒരുമിച്ച് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊന്നും ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റിയത്
വേറെ ഏതൊരു ഒരു ഒരു പേരായിരുന്നെങ്കിലും നമുക്ക് ഈ ഒരു കെമിസ്ട്രി കിട്ടില്ല എന്ന് 100% ഉറപ്പാ. അവ അങ്ങനെ അങ്ങനെയാണ് സെറിനും ഒക്കെ ഇന്നായത് ലാസ്റ്റ് ടൈമിൽ. പക്ഷെ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. എനിക്ക് നല്ല ഗംഭീരമായിട്ട് തോന്നി ഈ പേര്. നല്ല വർക്കൗട്ട്. എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല വേറെ ആരെങ്കിലും. ചിലപ്പോൾ നന്നാവുമായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ സോങ്സ് കാണാൻ തുടങ്ങിയപ്പോ തന്നെ അല്ലെങ്കിൽ അതിന്റെ അവർ തമ്മിലുള്ള സീൻസ് കാണാൻ തുടങ്ങിയപ്പോ തന്നെ, അതുപോലെ അവരുടെ ചില ക്ലോസപ്സ് ഒക്കെ എടുത്തിട്ടുള്ള സിഗരറ്റ് വലിക്കണാണെങ്കിൽ ആ വിരലുകളുടെ ഒക്കെ ഒരു മൂവ്മെന്റ് ഒക്കെ ഐ ഫൗണ്ട് ഇറ്റ് വെരി അപ്രോപ്രിയേറ്റ് ഫോർ ദ മൂവി, ഫോർ ദിസ് കോണ്ടെക്സ്റ്റ്. അത് പറയുമ്പോ ഈ വരികള് ബേസിലി ഈ വരികളായിട്ട് വന്ന സമയത്ത് പാർട്ട് ബൈ പാർട്ടായിട്ടാണോ ഫുൾ ആയിട്ടാണോ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പോ സന്ദീപിന് തോന്നിയ ഒരു ഫീൽ എന്തായിരുന്നു? വരികളുടെ കാര്യത്തില് എനിക്കും പ്രശാന്തിനും ഒരു നിർബന്ധം ഉണ്ടായിരുന്നത്, അത് ഇപ്പോ നമ്മൾ സാധാരണ ഇപ്പോൾ വൈറലാവുന്ന തരത്തിലുള്ള പാട്ടുകളുടെ തരത്തിലുള്ള വരികൾ ആവാൻ പാടില്ല. അതായത് നമുക്കിപ്പോ ഒരു വാക്യം, അതിനൊരു ഇമേജ് ഉണ്ടാവണം, അതിനൊരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവണം. പാട്ട് ആസ് എ ഹോൾ നമുക്കൊരു ഫീല് തരണം, ഒരു മീനിങ് ഉണ്ടാവണം. വാക്കുകൾ കൃത്യമായി മലയാളം പാട്ടാണെങ്കിൽ മലയാളം വാക്കുകൾ തന്നെ ആയിരിക്കണം എന്നൊക്കെയുള്ള നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ ബേസിൽ മ്യൂസിക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ വേറെ ലിറിസിസ്റ്റിനെ അന്വേഷിച്ചിരുന്നു. ശരിക്കും നമുക്ക് പറ്റും ഒരു പുതിയൊരാളെയോ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ തന്നെ നമുക്ക് കൊള്ളാവുന്ന ആൾക്കാരാര്, പല ആൾക്കാരുടെയും പേരുകൾ വന്നു പോയിരുന്നു. അപ്പൊ ബേസിൽ ഇങ്ങനെ ഞാനൊന്ന് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബേസിൽ ഒരു ചെറിയ വാക്കുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കമ്പോസ് ചെയ്യുക. അപ്പം ബേസിൽ എഴുതി തുടങ്ങിയപ്പോ ബേസിൽ നമ്മളും ഒരു ഒരു ഇപ്പൊ ഇത് എഴുതിയിട്ട് നമ്മളെ കാണിക്കും. അപ്പം ചില വേർഡ്സിലൊക്കെ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ന്യൂജൻ കൈൻഡ് ഓഫ് സാധനങ്ങൾ അത് ബ്രേക്ക് ചെയ്യുന്നത് ഇമേജ് ഇല്ല. പക്ഷെ അടിസ്ഥാനപരമായി ബേസിൽ ഒരു കവിയാണ്, ഒരു ഒരു ഉഗ്രൻ കവിയാണ്. അപ്പം ബേസിലിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബേസിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്യാരക്ടേഴ്സും ഈ സിനിമയും ഉള്ളിലേക്ക് എടുത്തിട്ട് ക്യാരക്ടേഴ്സ് തലയ്ക്കകത്ത് നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു എന്താ പറയാ ഒരു വൊക്കാബുലറി ഉണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ വേർഡ്സ് വരുന്നു, അത് എഴുതുന്നു എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് പല 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 വേർഡ്സ് ഇപ്പം ഇനിയിപ്പം വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. ഇപ്പം നീയൊരിക്കൽ എന്നുള്ള പാട്ടില് പണ്ടൊരിക്കൽ നീലമഷിയാൽ എന്റെ ചുവരിൽ നീ വരച്ച രണ്ടുപേരിരിക്കും സങ്കല്പം എന്നുള്ളത്. അപ്പൊ രണ്ടുപേരിരിക്കും സങ്കല്പം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു ചർച്ചയും തർക്കവും ഒക്കെ നടന്നു. ഈ സങ്കല്പം എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെ ഉള്ള ഒരു സംഭവം നടന്നു. അപ്പം ബേസിലൊരു സങ്കല്പമാണല്ലോ വരയ്ക്കുക. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭാവനയാണ്, അതാണല്ലോ വരയ്ക്കുക. പക്ഷെ ഈ പറഞ്ഞ പോലെ അവസാനം നമ്മൾ ശരി എന്നാ മാറ്റാം എന്ന് പറഞ്ഞിട്ട് ബേസിൽ പണ്ടൊരിക്കൽ നീലമഷിയാൽ എന്റെ മുറിയിൽ നീ വരച്ച സുന്ദര പ്രപഞ്ചത്തിൻ ചിത്രം എന്ന് എഴുതിയിരുന്നു. അപ്പൊ ഫൈനൽ ലാസ്റ്റ് റെക്കോർഡിംഗ് ദിവസം വരെ ഈ സുന്ദര പ്രപഞ്ചത്തിൻ ചിത്രം എന്നാണ് പാടിയിരുന്നത്. ലാസ്റ്റ് ഈ കപിൽ അല്ല നമ്മുടെ വിശ്വജിത്ത് പാടാൻ വന്ന സമയത്താണ് ഞാൻ പറഞ്ഞു നമുക്ക് ഇതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടുപേരിരിക്കും സങ്കല്പം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടെ എല്ലാ ജനറേഷൻസിനും. സുന്ദര പ്രപഞ്ചത്തിൻ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു കുറച്ച് ആൾക്കാരെ ഏലിയനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും. രണ്ടുപേരിരിക്കും സങ്കല്പം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് പ്രശാന്ത് കൺവിൻസ് ആയി. അങ്ങനെയാണ് ആ വാക്ക് വന്നത്. ഇതുപോലെ എല്ലാ പാട്ടിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ പാട്ടിലും ഇത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബേസിൽ തന്നെയാണ് ആ ഒരു വാക്കുകളൊക്കെ കൊണ്ടുവരുന്നത്. ചിലതൊക്കെ നമുക്ക് വാവ് എന്ന് നമ്മള് അങ്ങനെ ആയി ഇരുന്നിട്ടുണ്ട് ശരിക്കും. ഇപ്പം മധുരമൂറുന്ന സാന്തലി ചോരാതെ ഈ കൈക്കുമ്പിളിൽ നാം കോരിയ വെൺചന്ദ്രിക നേർത്ത വിരലുകൾ തെല്ലുന്നകന്നാൽ അവിടെ വീണിട്ട് അതിന്റെ സുഗന്ധം ജലാശയത്തിലാകെ പരന്നു എന്നുള്ള അതൊരു ഒരു വിഷ്വലാണ്. അതൊക്കെ എഴുതിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാല് ബേസിൽ ഒരു കവിയാണ്. ബേസിൽ ഒരു ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ ശരിക്കും അറിയപ്പെടേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മ്യൂസീഷ്യൻസ് എന്നുള്ള മ്യൂസിക്കും അടിപൊളിയാണ്, പക്ഷെ അങ്ങനെയും കൂടെ ബേസിലിന് ഒരു ഇതുണ്ട് ശരിക്കും. ആ ഒരു കാവ്യ സംഭവം വരികളിലുമുണ്ട്, സിനിമയിലും ആ ഒരു പോയിന്റിക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്ന് നല്ല രസമായിട്ട് തോന്നി.
ഇപ്പൊ ഇത്തിരി നേരം കാണുന്ന സൗണ്ട്സ്കേപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും, മ്യൂസിക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ ആ, അവർക്ക് ഓഫ് കോഴ്സ് കാണുന്ന ആളുകൾക്ക് ഒരു ടേക്ക് അവേ ഉണ്ടാവും. പക്ഷെ ഈ ഒരു സ്പെസിഫിക്കലി ഈ ഒരു ടെക്നിക്കലി ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു. ലൈക്ക് യു പേർപ്പസ്ലി യൂസ്ഡ് ഇറ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇപ്പൊ എടുത്ത് ചില കാര്യങ്ങൾ ചിലപ്പോ സ്പോയിലർ ആവാം, ആ കാര്യങ്ങൾ പറയണ്ട. അതല്ലാതെ ഉം, കാരണം ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ടല്ലോ. ലൈക്ക് ഇപ്പൊ എല്ലാവരും ഇത് ടെക്നിക്കൽ അല്ലാത്ത ആളുകളും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇത്തിരി നേരത്തിൽ നിന്ന് എന്തെങ്കിലും ടേക്ക് അവേസ് ഉണ്ടോ സൗണ്ട്സ്കേപ്പ് ഓർ മ്യൂസിക്? നമ്മളിപ്പോ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ട് ഫൈനൽ സൗണ്ട് മിക്സിംഗ് സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ എന്റെ മിക്സിംഗ് എഞ്ചിനീയറിന്റെ പേര് സന്ദീപ് എന്ന് തന്നെയാണ്, സന്ദീപ് ശ്രീധരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച, ഞങ്ങൾ ഓഡിയോ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം പുള്ളിയും ഞാനും ഈ പറഞ്ഞ പോലെ ഈ നമ്മള് ഒരേപോലത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇപ്പോ ഇപ്പൊ നമ്മൾ ഈ 5.1 ആണ് ഈ പടം മിക്സ് ചെയ്തിരിക്കുന്നത്. അത് അറ്റ്മോസ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ ബജറ്റിന്റെ പരിമിതിയാണ് നമ്മൾ 5.1ലേക്ക്. ഇപ്പൊ 5.1 ഈ 0.1 എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി ഡെലിവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ലോ ഫ്രീക്വൻസി ബേസ് കേൾപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഇമോഷണൽ ആയിട്ടുള്ള ചില സീൻസിലൊക്കെ ഈ കടലിനടുത്ത് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ കടലിരമ്പത്തിന്റെ ബേസ് നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബേസ് ഫ്രീക്വൻസീസ് വലുതാണ്. അത് നമ്മളെ കവർ ചെയ്ത് പോകുന്ന ഫ്രീക്വൻസീസ് ആണ്. അത് ആൾക്കാർക്ക് ഒരു ഫീൽ ഉണ്ടാകും. അത് ഒരു കൂടിയ അളവിലല്ല, ഒരു കുറഞ്ഞ അളവിൽ നമ്മൾ ഇമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിലും. ഇപ്പം നമ്മളിപ്പോ ഞാൻ എറണാകുളത്ത് തന്നെ ഒരു തിയേറ്ററിൽ കണ്ടപ്പം അവിടെ ഇച്ചിരി അവർ ഇത് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, LFE കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഫീൽ വ്യത്യാസമുണ്ട്, ഫീൽ കുറവാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സട്ടിൽ പരിപാടികളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇനോവ കാറിൽ ഇവർ പോകുന്നു. അപ്പൊ ഇനോവയുടെ സൗണ്ട് ഞാൻ അകത്തൊരു നമ്മളൊരു സറൗണ്ട് മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അത് ചുറ്റും എല്ലാ ചാനലിലും അതിന്റെ സൗണ്ട് ഉണ്ട്, ഇനോവയുടെ സൗണ്ട്. അതും വളരെ സട്ടിലാണ്. അതുപോലെ തന്നെ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു സംഭവം, ഒരു ടോപ്പ് ആംഗിൾ ഷോട്ടിൽ ഈ റോഡിലെ മറ്റേ ഈ ഗ്രിഡ്സ് ഉണ്ടല്ലോ, സ്പീഡ് ഗ്രിഡ്സ്, അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ കട ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ നമ്മള് അങ്ങനെയുള്ള കുറച്ച് ഇപ്പൊ ടയർ വരുമ്പോ ടയർ ഒരയുന്ന സൗണ്ടുകൾ. അപ്പൊ അങ്ങനെ വളരെ സട്ടിലായിട്ട് പല 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 ലേയേഴ്സ് വെച്ചിട്ട് ആണ് സൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സൗണ്ടായിട്ട് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കാൻ പറ്റും. പക്ഷെ സൗണ്ടായിട്ട് ശ്രദ്ധിക്കരുത് എന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ടായിരുന്നു. അത് സിനിമയ്ക്ക് അകത്ത് നിൽക്കണം, ആ മൂഡിനകത്ത്, ആ ക്യാരക്ടേഴ്സിനകത്ത് അവർ പറയുന്ന ഡയലോഗിനെ വെല്ലുന്ന രീതിയിൽ സൗണ്ട് എഫക്ട്സോ കാര്യങ്ങളൊന്നും പാടില്ല. ആ ഒരു പ്രപഞ്ചം, ഈ ശബ്ദ പ്രപഞ്ചം എന്നുള്ളതാണല്ലോ, അതിനകത്ത് നിൽക്കുക എന്നുള്ള രീതിയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു സന്ദീപ് ശ്രീധരൻ, ഇസ് എ വെരി ഗുഡ് മിക്സിംഗ് എഞ്ചിനീയർ. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. അതൊരു നമ്മൾ സ്റ്റുഡിയോയിൽ എന്താണോ ചെയ്തത് അതുപോലെ ഡെലിവർ ചെയ്യുന്ന ചില തിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ കുറച്ച് മോശം, എന്നാലും ഒരിടത്തും ആൾക്കാർ മോശം പറയാത്ത രീതിയിലുള്ള ഒരു മിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളത് കുറേ സമയം ഇരുന്നാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സാധാരണ ഇപ്പൊ കൊമേഴ്സ്യലി തിയേറ്ററിൽ ഹിറ്റ് ആവുന്ന സിനിമകളുടെ ഒരു ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത്, ഇപ്പം പൊതുവെ പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ ഇച്ചിരി കുറവാണ്. അതായത് അറ്റൻഷൻ കുറവായിട്ടല്ല, അറ്റൻഷൻ കൊടുക്കാൻ നമുക്ക് ഇച്ചിരി മടിയാ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സിനിമ കുറച്ച് അറ്റൻറ്റീവായിട്ട് ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. വളരെ ശ്രദ്ധിച്ച് കാണണം. കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര മെലോഡ്രാമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ സട്ടിലാണ് പെർഫോമൻസസ്, എന്നാൽ വളരെ വളരെ ഇമോഷണൽ ആണ്. ആ ഇമോഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം, വളരെ ശ്രദ്ധിച്ച് കാണണം. ഓരോ എലമെന്റ്സിൽ നിന്നും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അത്രയും അത്രയും വളരെ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ നമ്മൾ അത്രയധികം ശ്രമിച്ച് അത്രയും സമയമെടുത്തിട്ട് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിവതും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്കൊരു OTT റിലീസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പം OTT കാണുന്നത് വീണ്ടും കാണുക, ഒരു സെക്കൻഡ് വാച്ചിന് വേണ്ടി OTT കാണുക. തിയേറ്ററിൽ കാണാൻ വേണ്ടി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കാമായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് കണ്ടാൽ ഉണ്ടാവും. അല്ല കുറച്ച് ബഹളമൊക്കെ ഉള്ള സ്ഥലത്ത് കുറച്ച്
പിന്നെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്ന ക്രൗഡിന്റെ കൂടെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അല്ലാതെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. താങ്ക് യു വൺസ് അഗെയിൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. നമുക്കിങ്ങനെ മനസ്സും കണ്ണും നിറയും. നമ്മുടെ സിനിമയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ കാണുകയും വളരെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ട അഭിപ്രായങ്ങൾ പറയും, വീണ്ടും 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 അതിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സത്യം പറഞ്ഞ ഒരു നമസ്കാരമുണ്ട്. വെച്ചാൽ അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്തൊന്നും ആരും ചെയ്യത്തില്ല. അതൊരു നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അത് അത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് നമ്മുടെ പടത്തിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു.